പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു കുഞ്ഞിക്കഥ കേൾക്കൂ. വികൃതിയെ വിറപ്പിച്ച ഭൂതം. എൻ്റെ അമ്മച്ചിയേ, എനിക്ക് വയ്യേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. കുട്ടിക്കൊമ്പൻ ജംബു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത് കണ്ട് ആനക്കൂട്ടം ഭയന്നുപോയി. എന്തു പറ്റി മോനെ? വല്ല നായാട്ടുകാരും വന്നോ? മോൻ്റെ കാലിൽ മുള്ളുകൊണ്ടോ? ജംബുക്കുട്ടൻ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീണോ? കുട്ടിക്കുറുമ്പാ തിരുമാലി, തട്ടിത്തടഞ്ഞങ്ങു വീണോ നീ? കൂർത്തുള്ള മുള്ളെങ്ങാൻ കാലിൽ കൊണ്ടോ? എന്താണ് കുഞ്ഞേ പറ്റിയത്? എന്തു പറ്റി? എന്താ എൻ്റെ കൊച്ചിന് പറ്റിയേ? എല്ലാവരും മാറി മാറി ചോദിച്ചു. ആനക്കൂട്ടത്തിൻ്റെ പൊന്നോമനയായ ജംബു മഹാകുസൃതിയാണ്. കാട്ടിലൂടെ കൂട്ടം തെറ്റി ഓടിപ്പാഞ്ഞ് നടക്കും. വികൃതി സഹിക്കവയ്യാതാകുമ്പോൾ ഇടയ്ക്കിടെ അമ്മ അവനോട് പറയാറുണ്ട്, കുട്ടിക്കുറുമ്പനാം കുഞ്ഞുമോനെ, ഒറ്റയ്ക്കു കാട്ടിൽ കറങ്ങിടേണ്ട, കിട്ടുണ്ണി ഭൂതം വന്നു നിന്നെ തട്ടിയെടുത്തു പറക്കും. അതൊന്നും കേട്ടാലും കൂസലില്ലാതെ വികൃതി കൊമ്പൻ ഓടിപ്പാഞ്ഞ് നടക്കും. ഇത്രയും വീരനായ കുട്ടിയാനയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ എല്ലാവരും വലഞ്ഞു. അമ്മേ, അയ്യോ, ജലഭൂതം, അതെന്നെ, അയ്യോ അമ്മേ. കുറുമ്പൻ ആനക്കുട്ടി കരച്ചിലായി. തുമ്പിക്കൈ കുടഞ്ഞാണ് കരയുന്നത്. അമ്മ തൊട്ടും തലോടിയും നോക്കി. അവൻ കരച്ചിൽ നിർത്തുന്നില്ല. തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് കുടയുകയാണ്. കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ കോമ്പൻ്റെ തുമ്പിക്കൈയിൽ ഒരു മുഴ പോലെ കണ്ടു. എന്താ മോനെ, നീ വല്ല പഴങ്ങളും മൂക്കിൽ കയറ്റിയോ? ഇല്ലെന്ന് കൊമ്പൻ മറുപടി നൽകി. അമ്മ ഒരു തെങ്ങോല തുമ്പെടുത്ത് കൊമ്പൻ്റെ തുമ്പിക്കൈയുടെ അറ്റത്തുകൂടി കയറ്റി ഇക്കിളി കൂട്ടി. ജംബു ശക്തിയായി തുമ്മി. കുറേ വെള്ളം പുറത്തു വന്നു. ഒപ്പം ഒരു കുഞ്ഞു തവളയും. തവളക്കുട്ടനും ആകെ ഭയന്നിരുന്നു. അമ്പട വീരാ, നീ ഇപ്പം തവളയെ തീറ്റ തുടങ്ങിയോ? അതും തുമ്പിക്കൈ കൊണ്ട്? കൂട്ടത്തിൽ രസികനായ ചില്ലിക്കൊമ്പൻ ചോദിച്ചു. ജംബു 2-3 വട്ടം തുമ്മി. ക്ഷീണിച്ചവശനായ അവൻ ഒരുവിധം പറഞ്ഞു, ഞാൻ കാട്ടിൽ വെള്ളം തേടി നടന്നു. വരൾച്ച മൂലം ഒരിടത്തും ഇല്ലായിരുന്നു വെള്ളം. ഒടുവിലൊരു പൊട്ടക്കുളത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം വലിച്ചെടുത്തപ്പോൾ ഈ തവളയെ മൂക്കിനകത്ത് കയറിയതാ. കൊള്ളാം, എല്ലാവരെയും തുള്ളിച്ചാടിക്കുന്ന നിന്നെ ചാടിക്കാൻ ഒരു തവളക്കുട്ടന് സാധിച്ചു. നല്ല കാര്യം. തവളക്കുട്ടനെ നോക്കി അവർ പറഞ്ഞു, അമ്പട ജലഭൂതമേ, നീ ആള് കൊള്ളാം. അയ്യോ, ഞാൻ ജലഭൂതമൊന്നുമല്ല, ഒരു പാവം തവള. അറിയാതെ തുമ്പിക്കകത്ത് കയറിപ്പോയതാണ്. എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ അതിൻ്റെ അകത്ത് ഇരിക്കാൻ. ഏതായാലും ഈ കുറുമ്പനെ ഭയപ്പെടുത്താൻ നിനക്ക് പറ്റിയല്ലോ. നീ ഒരു ചെറുഭൂതം തന്നെ. അച്ഛനാന പറഞ്ഞത് കേട്ട് ക്ഷീണം മറന്ന് ജംബുവും ചിരിച്ചു.